വിശുദ്ധരോടൊപ്പം മാർച്ച് 29 വിശുദ്ധ ജോനാസും ബറാക്കിസിയൂസും കൂട്ടരും രക്തസാക്ഷികൾ. പേർഷ്യയിലെ സാപ്പോൾ രാജാവ് തൻ്റെ വാഴ്ചയുടെ 18-ാം വർഷം ക്രിസ്ത്യാനികൾക്കെതിരെ ഒരു മഹാമർദ്ദനം നടത്തി. ക്രിസ്ത്യാനികൾ വധിക്കപ്പെടുന്നത് അറിഞ്ഞ് ജോനാസ്, ബറാക്കിസിയൂസ് എന്നീ 2 സഹോദരന്മാർ അവിടെ എത്തി ക്രിസ്ത്യാനികളെ ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്നു. 9 പേരുടെ വധം കഴിഞ്ഞ ശേഷം ജോനാസിനെയും ബറാക്കിസിയൂസിനെയും പിടിച്ച് പേർഷ്യൻ രാജാവിനെ വണങ്ങാനും സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, ജലം എന്നിവയെ ആരാധിക്കുവാനും പ്രസിഡന്റ് അവരോട് ആവശ്യപ്പെട്ടു. അതിന് അവർ തയ്യാറല്ലെന്ന് കണ്ടപ്പോൾ കോപത്താൽ ബറാക്കിസിയൂസിനെ ജയിലിൽ അടച്ച ശേഷം ജോനാസിനെ പല വിധത്തിൽ പ്രേരിപ്പിച്ചു അഗ്നിയെ ആരാധിക്കുവാൻ. സൂര്യനെയും ചന്ദ്രനെയും അഗ്നിയെയും ജലത്തെയും ഞാൻ ഉപേക്ഷിക്കുകയും പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞപ്പോൾ പൊക്കിളിൽ കൂടി കത്തി കയറത്തക്ക വിധം കമിഴ്ത്തിക്കിടത്തി അടിക്കുകയും മഞ്ഞുകട്ടയിൽ കിടത്തുകയും തലയിൽ നിന്ന് തൊലിയുരിഞ്ഞും വിരലും നാവും മുറിച്ച് പിന്നീട് ഒരു പ്രസ്സിൽ വച്ച് ശരീരം ഞെക്കി തരിപ്പണമാക്കി. ബറാക്കിസിയൂസിന് ഇത് കാണിച്ചു കൊടുത്തുകൊണ്ട് സ്വന്തം ശരീരം രക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. ഇത് ഞാൻ മെനഞ്ഞുണ്ടാക്കിയതല്ല, ഞാൻ അത് നശിപ്പിക്കുകയുമില്ല. സൃഷ്ടാവ് ഒരിക്കൽ അതിനെ പുനരുദ്ധരിക്കും എന്നായിരുന്നു ആ ധീര രക്തസാക്ഷിയുടെ മറുപടി. മുള്ളുകൊണ്ട് കുത്തിയും മുള്ളിൽ ഉരുട്ടിയും ചെയ്ത ശേഷം അദ്ദേഹത്തെയും പ്രസ്സിൽ ഞെരുക്കുകയും തിളയ്ക്കുന്ന ടാറ് വായിൽ കോരി ഒഴിക്കുകയും ചെയ്തു. 327 ഡിസംബർ 24-ാം തീയതിയായിരുന്നു ഈ 2 പേരുടെയും രക്തസാക്ഷിത്വം. വിശ്വാസം സംരക്ഷിക്കുന്നതിന് നമ്മൾ എന്തു ചെയ്യുന്നു എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. നീതിക്ക് വേണ്ടി പീഡകൾ സഹിക്കുന്നവർ അനുഗ്രഹീതർ.